ഈ ഗൈസ് അപ്പോൾ നമ്മളിത് അവിടെ മുട്ടടിച്ചാൻ പാറയിലെത്തിക്കുകയാണ്. സാമണ്ണൻ്റെ മോനുണ്ട്. ഉറങ്ങിയാടായി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അവിടെ അകത്ത് പള്ളിയും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ കൈ പുള്ളി ഏരിയതായിരുന്നു, ആസിഡ് വീണ് കൈ പുള്ളിയതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പള്ളിക്കകത്ത് കയറണം. പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പയ്യന്മാരെല്ലാവരും വരണേ ഉള്ളൂ. എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രതിമ കാര്യങ്ങളും പിന്നെ അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അകത്ത് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന് മുമ്പ് വന്നപ്പം ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പള്ളി. ഇതിൻ്റെ അകത്ത് കയറണം. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ചരിത്രം നടന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ കയറി നോക്കാം. ചെരുപ്പ് പറഞ്ഞായിരിക്കും. ഡച്ച് സൈന്യം വെലനോയെ കീഴ്പ്പെടുത്തിയ സൈന്യത്തിന്റെ ഒരു സൈനാപതിയായിരുന്നു ഈ ദേവസഹായം പിള്ള. പുള്ളി നായർ കുടുംബത്തിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മതമാറ്റം രാജകുടുംബത്തിൽ നിന്ന് പ്രതിഷേധ കാരണവും പുള്ളിയെ മരണശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരമുള്ള രാജകൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തെ മണിയടിച്ചാൻപാറ പറയുന്ന ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നായിരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ക്ഷീണവും ഉണ്ടായി. പിന്നെ ഭക്ഷണമില്ല, ഉറക്കമില്ല, പലതരത്തിലുള്ള ശിക്ഷ കൊടുത്തിരുന്നു പുള്ളിക്ക്. ആ സമയത്ത് ഈ പാറയിലായിരുന്നു വന്നിരുന്നത്. പിന്നെ കുറച്ച് ക്ഷീണവും അതോടൊപ്പം തന്നെ വെള്ളവും ദാഹമൊക്കെ ഉണ്ടായതുകൊണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ അഴുക്ക് ചാലിൽ നിന്ന് കുറച്ച് വെള്ളവും കോരി കൊടുത്തു. അത് കുടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പാറയിലെ വിടവിൽ നിന്ന് ഒരുപാട് വെള്ളം വരികയും ആ വെള്ളം കുടിക്കുകയും ചെയ്തെന്നാണ് ഇതിന്റെ ഒരു ചരിത്രം പറയുന്നത് കേട്ടോ. ഇതിന്റെ വെളിയിൽ തന്നെ ആയിട്ട് നമുക്ക് തമിഴിൽ ഇതിന്റെ ചരിത്രം ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ ഇതിന്റെ ചരിത്രം ഫുള്ള് കാണാനായിട്ട് സാധിക്കും. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് ഇത് മലയാളം എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് വെച്ച് വായിക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ കുറച്ച് ചരിത്രം കാര്യങ്ങളൊക്കെയുള്ള പ്രതിമകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായിരുന്നെന്തോ ഞാൻ കണ്ടില്ല. ഞാൻ അപ്പോഴും പള്ളിയും അത് മാത്രം തന്നെ കണ്ട. ഞാൻ നമുക്ക് ഒരു അരി ചെയ്യുന്നേ തുടങ്ങാം. അപ്പോൾ ഇനി പള്ളിക്കകത്ത് കയറണം. പള്ളിയിൽ കുറച്ച് വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട്. നോക്കാം. ഗൈസ്. അപ്പോൾ നമ്മളിത് അവിടെ പള്ളിക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നീ നേരത്തെ കയറിയില്ലേ? എന്താ നമ്മളിത് അവിടെ ചെരുപ്പ് ഒരു സൈഡിലേക്ക് കയറാം. എല്ലായിടത്തും കയറാം. ഗൈസ് അൽത്താര
വെട്ടുണ്ട് വാമായോണ്ടായിരിക്കും അത് ഞാൻ എടുക്കാൻ വേണ്ടി അത് ഞാൻ നേരത്തെ എടുത്ത് ഗൈസ്. അപ്പോൾ നമ്മൾ അകത്ത് കയറി ഇനി കുറച്ച് നേരം ഇരിക്കാം. വിനീഷ് പ്രാർത്ഥിക്കണം നിനക്ക് പെണ്ണ് കിട്ടാൻ വേണ്ടി. നീ പിന്നെ ജോബിന് പെണ്ണുള്ളതുകൊണ്ട് കുഴപ്പമില്ല നിനക്ക്. എന്തിന് നിനക്കൊണ്ടല്ലേ? ഏത് പള്ളി പോണേരാ? നാളെ ആത്മാർത്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു പെണ്ണിട്ട് പൈസ. അപ്പോൾ ഇതാണ് എൻ്റെ പള്ളി അൽത്താര. കൊള്ളായില്ലേ? അടിപൊളി ഗൈസ്. അപ്പോൾ പള്ളി കൊള്ളാം കേട്ടോ. അതാ മുകളിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പള്ളിയാണ്, എന്നാലും അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ വേറൊരു വൈബ്. ഇവൻ എന്താ ഇവിടെ കിടന്ന് കളിക്കണം. ഓ പെണ്ണിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. കഴിച്ചില്ലേ കുർബാനയൊക്കെ ഉണ്ടാകും തരും. ഈ ഗൈസ് നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. ഈ ഗൈസ് അപ്പോൾ നമ്മളത് അവിടെ വട്ടക്കോട്ടായി അവിടെ വന്നേക്കാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ വ്ലോഗിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ കയറിയായിരുന്നു. അപ്പോൾ ഇതിൽ 25 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ് വരുന്നത്. കൊള്ളാം കേട്ടോ ഈ സ്ഥലം, അടിപൊളി സ്ഥലം. ഞാൻ അതിൻ്റെ ഓവർ വ്യൂ ഇപ്പം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇവിടെ ഫുള്ള് അടിപൊളിയായിട്ടുള്ള ഭംഗിയാണ് കാണാൻ പറ്റുന്നത്. ഉണ്ടോ കുറേ കല്ലുകൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതേപോലത്തെ കുറേ കല്ലുകളാണ് ഇവിടെ ഫുള്ള് സൈഡ് ഭാരം ഫുള്ള് അടുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ്. അന്ന് വന്നപ്പം നമ്മളത് അവിടെയൊക്കെയാണ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ പോകാൻ പറ്റും, അതിൻ്റെ മണ്ടയിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ഇവിടെ ഫുള്ള് നല്ല പച്ചപ്പായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ബാക്കിയുള്ളവർ കുറച്ചൊരു വെളിയിലേക്കാണ്, കുറച്ചൊരു അകത്ത് കയറിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ കയറി നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ കടൽ കാണാൻ പറ്റുക. നമുക്കിനി കുറച്ച് പേരെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടെ ഞാൻ പണ്ട് വന്നപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് അവിടെ കൂടെ കയറാൻ പറ്റും. പിന്നെ അതവിടെ കുറച്ച് പേര് വിളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഇത് അങ്ങ് ദൂരമായിട്ടായി. ഇല്ല അടിപൊളി ബ്യൂട്ടി കൊള്ളാം കേട്ടാ, സംഭവം കൊള്ളാം. പക്ഷേ നമുക്ക് അങ്ങോട്ട് പറ്റുകയാണെങ്കിൽ പോവാം. ഓക്കെ. പിന്നെ ഇതൊറ്റ പീസാണ് കേട്ടോ, അവർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒറ്റ പീസ്. ഇത്രയും ഒറ്റ പീസ് ഫുള്ള് അങ്ങനെ കുറേ കട്ട് ചെയ്ത് ഇത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൈഡ് ഫുള്ളും അവർ അതേപോലെ തന്നെ ചെയ്തിട്ടുള്ള കണ്ടില്ലേ വീഡിയോ എന്ത് കൊള്ളാം ഗൈസ്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് താഴെ ഇങ്ങോട്ട് വന്നേ കണ്ടില്ല, ഇവിടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൈപ്പിൽ. ആഹാ, ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലോട്ട് കയറി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇനി മുകളിലോട്ട് പോവാണ്. അവിടെ സ്റ്റെപ്പുണ്ട്, ചറിയ വരുന്നവർക്ക് വേണ്ടി ചറിയും കയറാം വരാം. ഓക്കെ. ഓ കുറേ പേരോടെ ഉണ്ടല്ലോ, കുറേ സ്കൂൾ പിള്ളേരൊക്കെ ഇരിക്കുന്നു. നേരത്തെ നമ്മൾ നിന്നത് അവിടെയായിരുന്നു. അവിടെ നിന്ന് നമ്മളിത് ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പം ഇവിടെ സെറ്റ് ചെയ്യാൻ ഇവിടെ നടുക്കായിട്ട് ഒരു മരമുണ്ട്. എന്താ കേട്ടില്ല? എവിടെ? ആ കണ്ട്. ഓ മയിൽ ഗൈസ്, മയിൽ ഇതവിടെ ഇതിൽ നോക്ക്. അതിൽ അല്ലാതെ അങ്ങനെ കണ്ണോണ്ട് കണ്ടുകൂടല്ലേ ഗൈസ്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഇനി ഇറങ്ങാൻ പോവുകയാണ്. നല്ല മഴക്കോളും, നമ്മളെവിടെ പോയാലും മഴ. ബട്ട് ബൈ. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് നോക്കണം. ഇനി അടുത്ത് കന്യാകുമാരി ആയിരിക്കും.